ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്വിറ്റ്സർലൻഡ് ഉയർത്തിയ കടുത്ത വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് അർജന്റീന വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. 1-3 ഗോളുകൾക്കാണ് അർജന്റീന സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയായിരുന്നു. എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന 2 ഗോളുകൾ നേടിക്കൊണ്ട് ഈ മത്സരത്തിൽ വിജയം ഉറപ്പാക്കിയത്. മത്സരത്തിന്റെ അവസാനത്തിൽ ഹൂലിയൻ ആൽവറസിന്റെ ഒരു മഴവിൽ ഗോൾ പിറന്നിരുന്നു. അതാണ് അർജന്റീനക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയിട്ടുള്ളത്. മികച്ച മത്സരമാണ് നടന്നത്. 10ാമത്തെ മിനിറ്റിൽ തന്നെ അലക്സിസ് മാക്കാലിസ്റ്റർ അർജന്റീനക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു. മെസ്സിയുടെ കോർണറിൽ നിന്നും ഹെഡർ ഗോളാണ് മാക്കാലിസ്റ്റർ സ്വന്തമാക്കിയത്. ആ ഗോളിന്റെ ലീഡിലാണ് അർജന്റീന ആദ്യ പകുതി വിട്ടത്. പക്ഷെ രണ്ടാം പകുതിയിൽ സ്വിറ്റ്സർലൻഡ് തകർപ്പൻ പ്രകടനം നടത്തി. തുടക്കം തൊട്ടേ അവർ ആക്രമിച്ചു കളിച്ചു. അതിന്റെ ഫലമായിക്കൊണ്ട് 67ാമത്തെ മിനിറ്റിൽ സമനില ഗോൾ നേടാൻ അവർക്ക് സാധിക്കുകയായിരുന്നു. ഡാൻ എൻഡോയാണ് തകർപ്പൻ ഒരു ഗോൾ നേടിയത്. ഇതോടുകൂടി മത്സരത്തിലേക്ക് സ്വിറ്റ്സർലൻഡ് തിരിച്ചു വന്നു എന്ന് കരുതിയിടത്ത് നിന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അതായത് സൂപ്പർ താരമായ ബ്രീൽ എംബോളോ രണ്ടാമത്തെ യെല്ലോ കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തു പോവുകയായിരുന്നു. റെഡ് കാർഡ് കാണേണ്ടി വന്നു. ഒരു ഡൈവിങ്, ഒരു അഭിനയം അദ്ദേഹം നടത്തുകയായിരുന്നു. അർഹിച്ച ഒരു യെല്ലോ കാർഡ് തന്നെയാണ് അവിടെ അദ്ദേഹത്തിന് ലഭിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നീട് നിശ്ചിത സമയത്ത് ഗോളുകൾ ഒന്നും പിറന്നില്ല. ഇതോടുകൂടി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. 10 പേരായി ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡ് പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ 112ാമത്തെ മിനിറ്റിൽ ഹൂലിയൻ ആൽവറസ് ആ പ്രതിരോധം പൊളിച്ചു. ഒരു മഴവിൽ ഗോളാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിന്റെ ഷോട്ട്, മനോഹരമായ ഷോട്ട് വലയിലേക്ക് താഴ്ന്നിറങ്ങുകയായിരുന്നു. ആ ഗോളിലാണ് അർജന്റീന മത്സരം വരുതിയിലാക്കിയത്. പിന്നീട് ഏറ്റവും അവസാനത്തിൽ അർജന്റീന ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിക്കൊണ്ട് മറ്റൊരു ഗോൾ നേടി. ലൗറ്ററോയാണ് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ 1-3 ഗോളുകൾക്ക് അർജന്റീന ഇപ്പോൾ സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.